കർക്കിടകമായതുകൊണ്ട് ചെറിയൊരു സദ്യ ഒരുക്കാന്ന് കരുതി തലേ ദിവസമേ ഞാൻ എല്ലാം കട്ട് ചെയ്തൊക്കെ വെച്ച് ചെറിയൊരു ഇഞ്ചി അച്ചാറൊക്കെ ഇട്ട് വെച്ചായിരുന്നു. കാരണം പിറ്റേ ദിവസം ആകുമ്പോൾ ഒരുപാട് ജോലി ആവണ്ടെന്ന് കരുതിയിട്ട് ഒറ്റയ്ക്കിരുന്ന് ചെയ്യാൻ വയ്യാത്തോണ്ട് കൂട്ടിന് അമ്മയും കൂടെ കൂട്ടി. ഇപ്പൊ പുതിയൊരാൾ കൂടി ഉള്ളതുകൊണ്ട് സമയം പോകുന്നത് അറിയില്ല. തലേ ദിവസം എല്ലാം കട്ട് ചെയ്ത് വെച്ചോണ്ട് അടുക്കളപ്പണിയെല്ലാം പെട്ടെന്ന് കഴിഞ്ഞു. പിന്നെ ആകെ ഉള്ളതെന്ന് വെച്ചാല് വീടിന്റെ അകം ഒന്ന് തുടയ്ക്കണം. പണ്ട് അമ്മമ്മ പറയുമായിരുന്നു, ഈ വാവിന് പിതൃക്കൾക്ക് വെച്ചു കൊടുക്കുമ്പോൾ നമ്മളെ ഉപ്പൊന്നും നോക്കാൻ പാടില്ല, പിന്നെ ഈ വെച്ചു കൊടുക്കുന്ന സ്ഥലം തുടച്ച് വൃത്തിയൊക്കെ ആക്കി വെക്കണമെന്നൊക്കെ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇലയൊക്കെ വെട്ടിക്കൊണ്ട് വന്നപ്പോഴാണ് എനിക്കൊരു കാര്യം തോന്നിയത്. ഇലയിൽ 4 കറി വെച്ചാലും അതൊരു സദ്യയാണ്. അപ്പൊ എന്തായാലും ഒരു പായസം കൂടി വെക്കാന്ന്. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ പായസം മിക്സും മേടിച്ച് പാലും ചേർത്തങ്ങ് അടുപ്പി വെച്ച് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്തപ്പോഴാണ് 2 ദിവസം മുന്നേ വന്നു കയറിയ പൂച്ചക്കുട്ടി. ആദ്യം നമ്മളുമായിട്ട് പേടിയായിരുന്നെങ്കിലും അവ ഇപ്പം നമ്മളെ അടുത്ത് ഭയങ്കര കൂട്ടാണ്. അങ്ങനെ ഇപ്പൊ എല്ലാം റെഡിയായി കാക്കയ്ക്ക് വെച്ച് കൊടുക്കാനുള്ള സമയമായപ്പോൾ ഞാൻ തട്ടിക്കൂട്ടിയ കറികളെല്ലാം കൂടെ ചേർത്ത് ഇലയിൽ വെച്ച് കൊടുക്കാനായിട്ട് പോയി. പിന്നെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഈ വാവിന്റെ ദിവസം ആകുമ്പോൾ കാക്കക്ക് ഒടുക്കത്തെ ജാടിയാണ്. പിന്നെ അതിനെ കുറ്റം പറയാൻ പറ്റൂല, എല്ലായിടത്തും ഓടി എത്തണ്ടേ. അങ്ങനെ അവർക്കും കൊടുത്തിട്ട് അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും മരിച്ചുപോയ എല്ലാ പിതൃക്കൾക്കും കൂടെ ചേർന്ന് വിളക്കിന്റെ മുമ്പിൽ 2 ഇലയിട്ട് സദ്യ അങ്ങ് ഒരുക്കി. ഇനിയാണ് മെയിൻ സംഭവം. പണ്ട് അമ്മ പറയുമായിരുന്നു, വിളക്ക് കത്തിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കതവും എല്ലാം അടച്ചു പൂട്ടി ഒരു 10 മിനിറ്റ് വെളിയിലിരിക്കണമെന്ന്. അങ്ങനെ ഞാനും അച്ഛനും അമ്മയും കൂടെ ഒരു 10 മിനിറ്റ് ശബ്ദമൊന്നും ഉണ്ടാക്കാതെ വെളിയിരുന്നു. കുഞ്ഞിലെ ആയിരുന്നെങ്കിൽ ഞാൻ സൗണ്ടൊക്കെ ഉണ്ടാക്കി അപ്പൂപ്പൻ വരണമെന്നൊക്കെ ഒളിച്ചൊക്കെ നോക്കുമായിരുന്നു ക്ലാസ്സിൽ കൂടെ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പപ്പട കൊച്ചി അമ്മയ്ക്ക് ചോറൊക്കെ കൊടുത്ത് പിന്നെ ചെറിയൊരു കൊതി വന്നപ്പോൾ പപ്പടവും പായസവും കൂടെ ചേർത്തൊന്ന് കഴിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഇതെല്ലാം ഒരു സന്തോഷമല്ലേ.